കണ്ടാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായോ? ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് മുകളിൽ തല വെക്കാൻ വേണ്ടി ഒരു ചെറിയ പോർഷൻ ഉണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ടു ടിക്കറ്റ് ഇന്ത്യ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നല്ല വെയിലുണ്ടല്ലേ? ഇത് കാണിച്ചത് ഇതാണ് നമ്മുടെ വീട്. ഈ ആംഗിൾ ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റി പിടിക്കുന്നുണ്ട് ബിക്കോസ് ഓഫ് വെയിൽ. ഇത് ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ടോല്ല, ഇത് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്. സംഭവം വേറൊന്നുമല്ല, ബാക്ക് പാക്കിങ്ങിൻ്റെ കുറച്ച് ബേസിക് ടിപ്സും ട്രിക്സൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുമാത്രമല്ല, നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള 8ന്റെ പണി വെച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങളും നമുക്കായിട്ട് ഉരുത്തിരിഞ്ഞു വന്ന വേറെ ആശയങ്ങളും, പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ റിസർച്ച് നടത്തിയിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഡീസൻറ്റ് രീതിയിൽ റിസർച്ച് നടത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. കാരണം എന്ന് വെച്ചാൽ ഇതിൽ പറഞ്ഞ ഞാൻ ഒട്ടനേകം ട്രിക്സ് പറയുന്നുണ്ട്, പിന്നെ ഒട്ടനേകം യൂസ്ഫുൾ ആയിട്ടുള്ള ഫാക്ട്സ് ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന സംഭവങ്ങൾ ഉണ്ടാവുക, ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ടിപ്സൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാൽ കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായിട്ട് ഈ വീഡിയോ ഒന്ന് ഉറപ്പായും കിട്ടിയിരിക്കും. അത് എൻ്റെ വാക്കാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ വേണം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ വേണ്ടത് നല്ലൊരു പ്ലാനാണ്. അപ്പോൾ ഞാൻ എന്താ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ ഇൻബിൽട്ട് ആയിട്ട് എന്തായാലും ഉണ്ടാകുന്ന ആപ്പാണ് നമ്മുടെ ഗൂഗിൾ മാപ്പ്. അപ്പോൾ ഗൂഗിൾ മാപ്സ് യൂസ് ചെയ്തിട്ടാണ് ഞാനൊരു സ്ഥലത്തേക്ക് പോകല്. അത് ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളൊരു ബൈക്ക് ട്രിപ്പ് പോകുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ആ റോഡും ആ റൂട്ടൊക്കെ നമ്മൾ എന്തായാലും ഞാൻ പേഴ്സണലി ഗൂഗിൾ മാപ്പാണ് യൂസ് ചെയ്യാറ്. നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലും ആപ്പുകളോ മറ്റു കാര്യങ്ങളോ അല്ല വേറെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം അത് ബാക്കിയുള്ള ആൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാൻ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു പ്ലാൻ റെഡി ആക്കാറ് എന്ന് നമ്മളൊന്ന് കണ്ടുപോകും. അപ്പോൾ ആദ്യം നമ്മൾ ഗൂഗിൾ മാപ്സ് എടുക്കുക ഫോണിൽ നിന്ന്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് പോകാനുള്ള സ്ഥലം, അപ്പോൾ ഞാൻ അതിലേക്ക് ഹൈദരാബാദിൽ നിന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹൈദരാബാദിലേക്ക് ഒരു ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. കണ്ണൂരിൽ നിന്നാണ് എൻ്റെ വീട്ടിൽ നിന്ന്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ ലൊക്കേഷൻ കൊടുക്കുക. യുവർ ലൊക്കേഷൻ ചൂസ് ചെയ്തിട്ട് ലൊക്കേഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഹൈദരാബാദ് പോകേണ്ട ഡിസ്റ്റൻസ് ഒക്കെ കിട്ടി 876 കിലോമീറ്റർ. ഇത് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നെക്സ്റ്റ് ആഡ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ പോയിട്ട് അടുത്തൊരു ഡെസ്റ്റിനേഷൻ കൊടുക്കുക. ഞാൻ മുംബൈയിൽ നിന്ന് ടൈപ്പ് ചെയ്യാണ്. ഇത് നമുക്കൊരു റൗണ്ട് ട്രിപ്പ് ആക്കാൻ വേണ്ടിയിട്ടാട്ടോ, റോഡ് ട്രിപ്പ്. അപ്പോൾ നമ്മൾ മുംബൈ കൊടുത്തു. ഇനി ഒന്നുകൂടി ആഡ് സ്റ്റോപ്പ് പോയിട്ട് നമ്മൾ ഗോവ എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഗോവയും കൂടി ആയി. ഇനി നമ്മൾ തിരിച്ച് വരണം വീട്ടിലേക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി യുവർ ലൊക്കേഷൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ 4 ലൊക്കേഷൻസ് അവിടെ ആയി. നമുക്ക് ഈ ട്രിപ്പ് ഇങ്ങനെ കറക്റ്റ് വട്ടത്തിൽ കിട്ടി. കറക്റ്റ് ഒരു റൗണ്ട് റൂട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് കിട്ടും. പിന്നെ ഇത് ഫോളോ ചെയ്താൽ മതി ഗൈസ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു ബേസിക് മെത്തേഡ് നിങ്ങൾ മിക്കവാറും യൂസ് ചെയ്യുന്നതിനായിരിക്കും. ഇത് ഉപയോഗിച്ചാണ് ഞാൻ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാറ്. ഇനിയിപ്പോൾ നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് അറിയേണ്ട പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ പോകുന്ന വഴികളിലൊക്കെ നമുക്ക് കാണാൻ എന്താ ഉള്ളത്, അതായത് നമുക്ക് വിഷ്വലി നമ്മളെ കണ്ണിന് കുളിർമയേൽപ്പിക്കുന്ന കാഴ്ചകൾ എന്താണ് എന്നൊക്കെ നമുക്കറിയണം. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് നമ്മളെന്തൊക്കെ ചെയ്യുക, ഗൂഗിൾ ചെയ്ത് നോക്കും, യൂട്യൂബിൽ നമ്മൾ വീഡിയോ വ്ളോഗ്സ് കണ്ടു നോക്കും, ട്രാവൽ വ്ളോഗ്സ് കണ്ടു നോക്കും, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ നിങ്ങൾക്കൊരു സജഷൻ തരാം, നിങ്ങൾ ഒരു കാരണവശാലും ഓവറായിട്ട് ഇതൊന്നും കാണരുത്. സംഭവം വെച്ചാൽ നിങ്ങളൊരു സ്ഥലത്തിനെ പറ്റിയിട്ട് നല്ല രീതിക്ക് വീഡിയോസൊക്കെ കണ്ട് ഒരേ സ്ഥലത്തിനെ പറ്റി ഒരുപാട് രീതിയിലുള്ള വീഡിയോസൊക്കെ കണ്ട് ഒരുപാട് ഫേമസ് യൂട്യൂബേഴ്സ് ചെയ്ത വീഡിയോസൊക്കെ കണ്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എക്സ്പെക്റ്റേഷൻ ഭയങ്കരമായിട്ട് കൂടും. അതായത് ഒരു സ്ഥലത്ത് പോകുമ്പോൾ തന്നെ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ ഭയങ്കര ഹൈറ്റ്സിലായിരിക്കും. അങ്ങനെ എക്സ്പെക്റ്റേഷൻസ് ഭയങ്കരമായിട്ട് കൂടിയാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ അവർ പോയ സീസണിലായിരിക്കില്ല നിങ്ങളവിടെ പോകുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടത് വേറൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഏകദേശം അവിടെ പോകാനുള്ള റൂട്ടും മറ്റു കാര്യങ്ങളൊക്കെ സ്വയം തന്നെ കണ്ടുപിടിക്കുക. അതൊക്കെയാണല്ലോ ഒരു ട്രാവലിങ്ങിൻ്റെ ഒരു രസം. പക്ഷേ ഓവറായിട്ട് നിങ്ങൾ ഒരേ സ്ഥലത്തിൻ്റെ കുറേ വ്ളോഗ്സൊന്നും ഒരിക്കലും കാണരുത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ഡിസപ്പോയിൻ്റ് ആയിരിക്കും. അതിന് പകരം നിങ്ങൾ നേരിട്ട് പോയിട്ട് ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു സംഭവം ലൈഫിൽ കാണുന്നതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ ഡിഫറൻസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇത് തീർച്ചയായും യൂസ്ഫുൾ ആകും ഗൈസ്. അപ്പോൾ നമുക്ക് പ്ലാനിങ് കഴിഞ്ഞു, അതായത് നമ്മുടെ റൂട്ടൊക്കെ ഡിസൈഡായി. പിന്നെ നമ്മുടെ അടുത്ത പരിപാടിയായ അവിടെ കാണേണ്ട മെയിൻ പ്ലേസും മെയിൻ സ്പോട്ട്സൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അടുത്തെന്ന് വെച്ചാൽ നമുക്ക് ബാഗ് പാക്ക് ചെയ്ത് പോകലാണ്. ഇന്ന് നിങ്ങൾ ഞാൻ ട്രിപ്പ് കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ ബാഗ് പാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യങ്ങളെ പറ്റിയാണ് ഇനി ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ നിങ്ങൾ ഈ വീഡിയോ, അതായത് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ വീഡിയോസൊക്കെ കണ്ടുപോകുമ്പോൾ നമ്മൾ ട്രാവലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടതാ ഈ തലക്ക് എവിടെയോ കാണുന്ന ആ ചുവപ്പ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അപ്പോൾ നമുക്ക് അടുത്ത സെഗ്മെൻറ്റായ തിങ്സ് ടു ക്യാരിയിലേക്ക് കടക്കാം ഗായ്സ്. അപ്പോൾ തിങ്സ് ടു ക്യാരി, അതായത് എന്തൊക്കെ സാധനങ്ങളാണ് നമ്മുടെ സ്ഥലത്ത് ട്രിപ്പ് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഒരാൾക്കാർ പറയും ഒരുപാടുണ്ടല്ലോ, എൻ്റെ ഈ ഷർട്ട്, എൻ്റെ ഈ പാൻറ്, എൻ്റെ മറ്റേത് മറിച്ചത്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ റൂൾ എന്ന് വെച്ചാൽ ക്യാരി ലെസ്. കാരണം എന്താ വെച്ചാൽ ഈ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ ചുമക്കണം. ട്രക്കിംഗ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എപ്പോഴും അത്യാവശ്യമുള്ള കാര്യങ്ങളും അത്യാവശ്യമുള്ള ഡ്രസ്സുകളും മാത്രം കൊണ്ടുപോകുക. അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുന്നേ നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ, ഒരു സ്ഥലത്ത് ട്രാവൽ ചെയ്യുമ്പോൾ ആ അവിടുത്തെ ക്ലൈമറ്റ് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യും.
ഗായ്സ്, അപ്പോൾ ലഗേജ് പാക്കിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മളിതാ ഇവിടെ റോട്ടുമ്പോൾ തന്നെ ഡിസ്കസ് ചെയ്തിട്ട് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഏറ്റവും നല്ല നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് മനസ്സിലാക്കുന്നില്ലേ. അപ്പോൾ ഞാനുള്ള സെറ്റപ്പ് ഒക്കെ റൂമിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ബാക്ക് പാക്കിങ് എങ്ങനെ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ക്യാരി ചെയ്യേണ്ട, അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ സംഭവം തൊട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ റൂമിലേക്ക് പോകാം. ഗായ്സ്, അപ്പോൾ നമ്മളിതാ റൂമിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഫുള്ള് സാധനങ്ങളുണ്ട്. ഞാൻ കൊണ്ടുപോകുന്ന സാധനങ്ങളെല്ലാം നിങ്ങളെ കാണിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ബാഗ്, നമുക്ക് ഈ ബാഗ് എടുത്തിട്ട് തന്നെ നോക്കാം. ബാഗ് പാക്കിങ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ബേസിക് കാര്യം, അതായത് പ്രൈമറി റൂൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും അത്യാവശ്യ സാധനങ്ങൾ, അതായത് എടുക്കാൻ ഏറ്റവും വേഗത്തിൽ നമുക്ക് എടുക്കണം നമുക്ക് ആവശ്യ സാധനങ്ങൾ ഏറ്റവും മുകളിൽ വെക്കാം. ഉദാഹരണത്തിന് നമ്മളിപ്പോ ട്രക്കിങ്ങിനൊക്കെ പോവാണെങ്കിൽ റെയിൻ കോട്ട്, അതുപോലെ നമ്മൾ റെയിൻ ഷീറ്റ് എന്നൊക്കെ പറയില്ലേ, ആ കാര്യങ്ങൾ എപ്പോഴും മുകളിൽ വെക്കണം. പിന്നെ നമുക്ക് ഭാവി 2 ദിവസം കഴിഞ്ഞിട്ട് വിടാനുള്ള ഡ്രസ്സ് മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ താഴെ വെക്കാം. ഇതൊരു ബേസിക് റൂളാണ് ഒരു ബാഗ് പാക്ക് ചെയ്യുമ്പോൾ ഇല്ലേ. ഇനി നമ്മളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ട്രക്കിങ്ങിനാണ് പോകുന്നതായിരിക്കും. അപ്പൊ ട്രക്കിങ്ങിന് പോകുമ്പോൾ യൂസ് ചെയ്യേണ്ട ഡ്രസ്സുകളെ പറ്റി നോക്കാം. ഗൈസ്, ഇതുപോലത്തെ സാധനം മാക്സിമം യൂസ് ചെയ്യാം. ഞാൻ ഇപ്പൊ ഇട്ടിട്ടുള്ള പോലത്തെ ഡ്രസ്സുകൾ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സുഖമാണ് ഇതുപോലത്തെ ഡ്രസ്സുകൾ യൂസ് ചെയ്യുന്നത്. ക്യാരി ചെയ്യാൻ സുഖമാണ്, ലൈറ്റ് വരും. പക്ഷെ നിങ്ങൾ ട്രക്കിങ്ങിന് പോകണമെങ്കിൽ എപ്പോഴും ഫുൾ സ്ലീവ് ഷർട്ട് അല്ലെങ്കിൽ ടീഷർട്ട് മാത്രം. ടീഷർട്ടാണ് ബെറ്റർ. ഫുൾ സ്ലീവിലെ ടീഷർട്ടുകൾ മാത്രം ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഷോർട്സ് മറ്റു കാര്യങ്ങൾ ഉപയോഗിക്കരുത്. എപ്പോഴും ഫുൾ പാൻസ് മാത്രം ഉപയോഗിക്കുക. കാരണം എന്താ വെച്ചാൽ ട്രക്കിങ്ങിന് പോകുമ്പോൾ നമ്മൾ അറിയാത്ത ഏരിയയിലെ കൂടെ ആയിരിക്കും പോകുന്നുണ്ടാവുക, കാടുകളിലെ കൂടെ ആയിരിക്കും പോകുന്നുണ്ടാവുക. ഇഷ്ടം പോലെ വെറൈറ്റി പ്ലാൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഈ സൈഡിലേക്ക് കൂടെ ഇങ്ങനെ വലിഞ്ഞിട്ട് നമുക്ക് റിയാക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. അതുകൊണ്ട് ഒരു കാരണത്തിൽ നമ്മൾ ഹാഫ് സ്ലീവ് ഇതുപോലത്തെ ഷർട്ടിന് ട്രക്കിങ് ചെയ്യരുത്. പക്ഷെ ട്രാവൽ ചെയ്യുമ്പോൾ ഇത് ബെസ്റ്റ് ആണ്. എല്ലാവരും ട്രക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഫുൾ സ്ലീവ് ഷർട്ട് മാത്രം യൂസ് ചെയ്യാം. അതല്ലാണ്ട് നമ്മൾ നോർമൽ ആയിട്ട് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ഒറ്റ ബ്രാൻഡ് കേട്ടോ. നമ്മുടെ റിലയൻസിന്റെ TNMX എന്ന ബ്രാൻഡില്ലേ, ഈ സാധനത്തിന്റെ ടീഷർട്ട് ഇതിന് വലിയ വിലയൊന്നുമില്ല. ഒരു 250-300 രൂപയ്ക്ക് സാധനം കിട്ടും. ഭയങ്കര സുഖമാണ്. നമുക്ക് അഥവാ വാഷ് ചെയ്യണതിനെ പെട്ടെന്ന് ഉണങ്ങാനും പറ്റും ഈ സാധനം. ഇതിനെ കൊണ്ട് വേറൊരു വെച്ചാൽ അധികം സ്പേസ് ഒന്നും എടുക്കില്ല. നമ്മൾ ഈ സാധനം പാക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇത് ഒരിക്കലും നമ്മൾ മറ്റേ ഇസ്ത്രിയൊക്കെ ഇട്ട് ഫോൾഡ് ചെയ്തതിന് ഏറ്റവും ബെറ്റർ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ റോൾ ചെയ്യുക. ഇങ്ങനെ റോൾ ചെയ്തിട്ട് മാത്രം ബാഗിലേക്ക് ഇടാം. എപ്പോഴും റോൾ ചെയ്തിട്ട് മാത്രം ബാഗ്. അപ്പൊ വെച്ചാൽ നമുക്ക് ഡ്രസ്സ് കൂടുതൽ അല്ലെങ്കിൽ സാധനങ്ങൾ കൂടുതൽ ബാഗിനുള്ളിൽ വെക്കാൻ പറ്റും. നേരെ കുറച്ച് നമ്മൾ മടക്കി വെക്കുകയാണെങ്കിൽ കുറച്ച് അധികം സ്പേസ് പോകുന്നതായിരിക്കും. ഓക്കെ. പിന്നെ ട്രക്കിങ്ങിന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ താഴെ ഇടുന്ന പാൻസ് നമ്മൾ ആൾക്കാർ അധികം പറയുന്നത് വെച്ചാൽ ഒരിക്കലും ജീൻസ് യൂസ് ചെയ്യാറ്, പിന്നെ കോട്ടൺ പാൻസ് യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയും. ഞാൻ പ്രിഫറബിളി ഒരു ജീൻസ് എന്തായാലും എടുക്കാറുണ്ട് ട്രക്കിനോ. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് എന്റെ ഫോൺ ആയാലും ശരി ക്യാമറ ആയാലും ശരി അത് ക്യാരി ചെയ്യാൻ ഏറ്റവും സുഖം ജീൻസ്. പക്ഷെ മാക്സിമം നമ്മൾ ജീൻസ് ക്യാരി ചെയ്യാതിരിക്കാൻ നോക്കുക. കാരണം വെച്ചാൽ വെയിറ്റ് കൂടുതലാണ്. ഈ വെയിറ്റ് ഒക്കെ ഇപ്പൊ ഒരു 5-6 ദിവസം ട്രക്കിംഗ് ആണെങ്കിൽ ഇതൊക്കെ നമ്മൾ തന്നെ എടുത്തിട്ട് പോകണം. അടുത്ത പോയിന്റ് വന്നാൽ നമ്മുടെ ഷൂസ് ആണ്. ഗൈസ്, ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഷൂസ്. ഇത് നമ്മുടെ കേശുവിന്റെ ഷൂസ് കേട്ടോ. ഡിക്കാത്ലോണിൽ എടുത്താണ്. സംഭവം വാട്ടർ പ്രൂഫ് ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഷൂസ് ആണ്. ഇതേ സെയിം ഷൂസ് ആണ് ഞാൻ റൈഡ് പോകുമ്പോഴും യൂസ് ചെയ്യാറ്. ബൈക്ക് റൈഡിങ് എനിക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റാറുണ്ട്. ഒരു പ്രശ്നം, നല്ല ഹാർഡ് സാധനമാണ്. പിന്നെ നമുക്ക് അങ്ങനെ ഒന്ന് പ്രസ് ചെയ്തൊന്നും പറ്റൂല. അതുകൊണ്ടാ അനങ്ങൂല സാധനം. അടിപൊളി സാധനം. ഇതിന്റെ റേറ്റ് ഞാൻ വാങ്ങിച്ചപ്പോൾ ഓൾമോസ്റ്റ് 3000 രൂപീസ് ആണ് കേട്ടോ. പക്ഷെ ഇത് വേർത്താണ്. ഇത് അങ്ങനെ പെട്ടെന്നൊന്നും കംപ്ലൈന്റ് ഒന്നും വരുന്നില്ല. അങ്ങനെ സ്റ്റിച്ചിങ്ങോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. നല്ല അടിപൊളി സാധനമാണ്. ഇത് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ അടുത്ത ഡിക്കാത്ലോണിൽ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഹൈക്കിംഗ് ഷൂസ് എന്ന് പറഞ്ഞാൽ തന്നെ കിട്ടും. റൈഡിങ്ങിന് യൂസ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഗൈസ്, അപ്പൊ ആ ഷൂസിന്റെ കാര്യം ഓക്കെ. നമ്മൾ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ ഇതുപോലൊരു ഷൂസും പിന്നെ സ്ലിപ്പേഴ്സും എന്തായാലും ക്യാരി ചെയ്യുക. എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. കാരണം ബാത്റൂമിൽ പോകണമെങ്കിലോ അല്ല വേറെ എന്ത് കാര്യം നമുക്ക് ലോക്കലായിട്ട് നടക്കണമെങ്കിലൊക്കെ വേണ്ടിയിട്ട് സ്ലിപ്പേഴ്സ് ക്യാരി ചെയ്യുക. അത് ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ ഇങ്ങനെ കവർ ചെയ്തിട്ട് നമ്മുടെ ബാഗിൽ എവിടെയെങ്കിലും ഇട്ടാൽ മതി. ഇതേപോലെ ഞാൻ ഇതുപോലെ നേരത്തെ കാണിച്ച ടീഷർട്ട് പിന്നെ അതുപോലെ തന്നെ പാൻസ്, ഇങ്ങനത്തെ എന്ത് കാര്യം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ബാഗിൽ ഇടുന്നതിന് പകരം ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ടിട്ട് ഒന്ന് റോൾ ചെയ്തിട്ട് മാത്രം ബാഗിലേക്ക് ഇടും. കാരണം എന്താ വെച്ചാൽ വല്ല വാട്ടർ പ്രൂഫ് ബാഗ് അല്ലെങ്കിൽ വല്ല മഴയോ മറ്റു കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡ്രസ്സ് മൊത്തം നനഞ്ഞു ഫുള്ളായിട്ട്. അപ്പൊ നമ്മൾ എന്തായാലും ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് മാത്രം മൊത്തം ഡ്രസ്സും ബാഗിലേക്ക് ഇടാം. ഓക്കെ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ട്രാവൽ ചെയ്യുമ്പോൾ എന്തായാലും നമ്മളിപ്പോ ട്രക്കിങ്ങിന് പോകണമെങ്കിൽ സൺസ്ക്രീനിന്റെ ഒരു ട്യൂബ് എന്തായാലും കയ്യിൽ കരുതാം. ഇതിപ്പോ ഞാൻ പറയുമ്പോൾ ആൾക്കാർ ഇതിനെപ്പറ്റി അറിയാൻ വിചാരിക്കും ഇങ്ങനത്തെ ക്രീമും മറ്റു കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല എന്നൊക്കെ. ഞാനും അങ്ങനത്തെ ഒരു പരിപാടി യൂസ് ചെയ്യാറില്ല. എന്റെ കോലം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാനൊരു കോമ്പ് പോലും യൂസ് ചെയ്യാറില്ല. പക്ഷെ സൺസ്ക്രീന് വളരെ അധികം യൂസ്ഫുൾ ആണ്, വളരെയധികം അത്യാവശ്യം. കാരണം പറഞ്ഞല്ല, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ട്രക്കിങ്ങിന് പോയപ്പോൾ ഒരു 10 ദിവസത്തെ പരിപാടിയായിരുന്നു.
മണാലിയിലായിരുന്നു ട്രക്കിങ്. ആ ടൈമിൽ ഞാനൊരു നല്ല ഹൈറ്റിൽ അച്ചീവ് ചെയ്തിരിക്കായിരുന്നു. ഒരു 6000 ഫീറ്റ് മുകളിൽ നിൽക്കുമ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഹാഫ് സ്ലീവ് ഷർട്ട് ഇട്ട് നിൽക്കുകയാണ്. എന്റെ കൈന്റെ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് കറുത്തു വന്നു. എനിക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായില്ല. അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ എനിക്ക് ബേൺ ആയതാണ്, മൊത്തം സ്കിന്ന് ബേൺ ആയി പോയി വന്നു. കാരണം നമ്മൾ നല്ല ഹൈറ്റിൽ നിൽക്കുമ്പോൾ UV റേസ് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിന് കോൺടാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്, വേറെ പല അസുഖങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്തായാലും സൺസ്ക്രീനിന്റെ ഒരു ചെറിയ ട്യൂബ് നമ്മൾ കരുതുക ട്രക്കിന് പോകുമ്പോൾ. അതിന് ഇതുണ്ട് കേട്ടോ, ഒരു മാർക്കൊക്കെ ഉണ്ട്. SPF മിനിമം 30 എന്ന് പറഞ്ഞാൽ അതിന് മോൾ എഴുതിയിട്ടുണ്ടോ SPF എന്ന് പറഞ്ഞിട്ട്. അത് മിനിമം 30 ആയിരിക്കണം. അതിൽ കൂടുന്നില്ല ഏത് റേഞ്ചിലെ നമുക്ക് ഈ സൺസ്ക്രീനും യൂസ് ചെയ്യാം. അപ്പൊ സൺസ്ക്രീനിന്റെ ഒരു ചെറിയ ട്യൂബ് എന്തായാലും കരുതുക നമ്മുടെ ഫേസിലും ഈ കയ്യിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ട്രക്കിനോ മാക്സിമം നിങ്ങളുടെ ക്യാപ്പ് യൂസ് ചെയ്യുക, കണ്ണിന് പ്രൊട്ടക്ഷൻ ഗ്ലാസ് യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ അത്ര ഒന്നുമല്ല, ഇതൊക്കെ സ്റ്റൈലിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ നമ്മൾ എന്തായാലും ട്രാവൽ ചെയ്യുമ്പോൾ ഒരു വാട്ടർ ബോട്ടിൽ എന്തായാലും കൊണ്ടുപോകും. കാരണം വെള്ളം നമുക്ക് അത്യാവശ്യമായിട്ട് വരും, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റേയില്ല. നമ്മൾ ഈ ഒരു 10 ദിവസമൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ത്രൂ ഔട്ട് മിനറൽ വാട്ടർ യൂസ് ചെയ്യുന്നെങ്കിൽ അതിനു വേണ്ടി തന്നെ ഒരു 100-500 രൂപ വെറുതെ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പൊ നമ്മളൊരു വാട്ടർ ബോട്ടിൽ കൊണ്ടുവരണമെങ്കിൽ നമുക്കത് റീഫിൽ ചെയ്യാം. പിന്നെ ഷോപ്പുകളിൽ നിന്നോ ഹോട്ടൽസ് നിന്നോ എവിടുന്ന് വെച്ചാൽ നമുക്ക് വാട്ടറിന്റെ സോഴ്സ് ഉണ്ടെങ്കിൽ എവിടെ നമുക്ക് റീഫിൽ അത്യാവശ്യം ഒരു ലിറ്ററിന്റെ വാട്ടർ ബോട്ടിൽ എന്തായാലും കൊണ്ടുപോകാം. പിന്നെ വേറെ വെച്ചാൽ അത് പ്ലാസ്റ്റിക്കിന്റെ യൂസ് ഓർക്കും. വെറുതെ നമ്മൾ ഈ ഓരോ മിനറൽ വാട്ടർ വാങ്ങിക്കുമ്പോൾ എന്തായാലും നമ്മൾ 10 ദിവസം കിട്ടാമെങ്കിൽ ഒരു ദിവസം ഒരു കുപ്പി വെച്ചെങ്കിൽ 10 പ്ലാസ്റ്റിക്കിന്റെ കുപ്പി നമ്മൾ യൂസ് ചെയ്യും. അപ്പൊ ആ ഒരു പ്ലാസ്റ്റിക്കിന്റെ യൂസേജ് നമുക്ക് കുറക്കാൻ പറ്റും. പിന്നെ പൈസ നമുക്ക് കുറക്കാൻ പറ്റും. വെറുതെ ഒരു 500 രൂപ കളയേണ്ട ആവശ്യമില്ല. എന്തായാലും വാട്ടർ ബോട്ടിൽ നിങ്ങൾ ക്യാരി ചെയ്യാൻ മസ്റ്റ്. ചില ആൾക്കാർ ട്രാവൽ ചെയ്യുമ്പോൾ ഒരുപാട് ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യും. അതായത് ഫോൺ ഉണ്ടാവും, നിങ്ങളുടെ ഗോപ്രോ ഉണ്ടാവും, പിന്നെ വേറെ എക്സ്റ്റേണൽ ക്യാമറാസ് ഉണ്ട്, അതുണ്ടാവും, ഗോപ്രോന്റെ ബാറ്ററീസ് ഉണ്ടാവും, ഇങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. ഇപ്പൊ നമ്മൾ ടീമായിട്ട് പോകുന്നുണ്ടെങ്കിൽ തന്നെ 5-6 പേരുടെ ഇത്ര സാധനം ഉണ്ടെങ്കിൽ എങ്ങനെയുണ്ട് അതിന്റെ അവസ്ഥ? ഒരു ഗ്രൂപ്പാണ് ട്രാവൽ ചെയ്യുന്നത്, ഒരു 4 ആളുടെ 2 പേരെ ട്രാവൽ ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോ ഒരു റൂം എടുത്തിരിക്കുക. റൂമിൽ ചിലപ്പോൾ ഉണ്ടാവുക ഒരു നമ്മുടെ ബോർഡായിരിക്കും ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ ടീമായിട്ട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഒരു എക്സ്റ്റൻഷൻ കേബിൾ കൊണ്ടുപോകും. ആരുടെയും ഒരാളെ ബാഗിൽ വെച്ചാൽ മതി. വലിയ പൈസ ഒന്നുമില്ല, 200 രൂപക്ക് നമുക്ക് സാധനം കിട്ടും. ഒരു എക്സ്റ്റൻഷൻ കേബിൾ കൊണ്ടുപോയില്ല, ഗുണം എന്ന് വെച്ചാൽ നമ്മളത് പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുമിച്ച് നമുക്ക് നമ്മുടെ ഡിവൈസ് ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റും. അതല്ല നിങ്ങൾ ഒറ്റക്ക പോകുന്നെങ്കിൽ ഇതുപോലത്തെ ഒരു സാധനം യൂസ് ചെയ്താലും മതി. ഞാനിത് കൊണ്ടുപോകുന്ന സാധനം കേട്ടോ. ഇതിൽ തന്നെ ഉണ്ട് നമുക്ക് മുകളിലും താഴെയും 2 പിന്നും ഫ്രണ്ടിലും പിന്നുണ്ട്, ഈ 3 പിന്നും. അപ്പൊ നമുക്ക് അത്യാവശ്യമില്ല 3 ഡിവൈസ് വെച്ച് ചാർജ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഈ സാധനം നമ്മുടെ പേഴ്സ് അല്ലെങ്കിൽ വാൾട്ട് എന്ന് പറയുന്ന സാധനം. ഇത് നമ്മൾ എപ്പോഴും മാക്സിമം എല്ലാവർക്കും അറിയാം ജീൻസിന്റെ ഫ്രണ്ട് പോക്കറ്റ് തന്നെ വെക്കാം. എങ്ങനെ നമ്മൾ നോക്കിയാലും ഇത് അടിച്ചു മാറ്റാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുന്നെങ്കിൽ നല്ല ഇഷ്യൂ ആണ് ഈ സാധനം പോകാനുണ്ട്. ഇതിൽ തന്നെ നമ്മൾ പേഴ്സ് ഒക്കെ ആണെങ്കിൽ നമ്മളെ കാർഡ് ഉണ്ടാവും, ATM കാർഡ് ഉണ്ടാവും, അത് അല്ലെങ്കിൽ ക്യാഷും ഉണ്ടാവും. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ ക്യാരി ചെയ്യുമ്പോൾ നിങ്ങൾ ഓക്കെ ഈ സാധനം നിങ്ങളുടെ പോക്കറ്റിലിട്ടു, പക്ഷെ ഒരു ചെറിയ എമൗണ്ട് ഓഫ് ക്യാഷ്, ഒരു 500 രൂപയോ അങ്ങനെ ഒരു ചെറിയ മിനിമം നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം ഒരു എമൗണ്ട് ഓഫ് ക്യാഷ് നിങ്ങളുടെ ഈ പേഴ്സിന് മാറ്റി ബാഗിന്റെ ഉള്ളിൽ വേറെ എവിടെയും കയറ്റി വെക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതുപോലെ നിങ്ങൾ പേഴ്സ് ക്യാരി ചെയ്യുമ്പോൾ ഇതിൽ 500 ചിലപ്പോൾ നിങ്ങളുടെ മൊബൈലിന്റെ കേസിനുള്ളിൽ വെച്ചാൽ മതി. ബാക്കിൽ എല്ലാവരും നമ്മുടെ മലയാളീസൊക്കെ പ്രത്യേകിച്ച് ചെയ്യുന്നത് ഫോണിന്റെ കേസിന്റെ ബാക്കിൽ കുറച്ച് പൈസ വെക്കുന്നത്. ഒരു 500 ഒരു 200 രൂപ ഫോണിന്റെ കേസിന്റെ ബാക്കിൽ ഇങ്ങനെ വെക്കുന്ന ഒരു ശീലം നമുക്കുണ്ട്. അപ്പൊ അതുപോലെ കുറച്ച് പൈസ എന്തിനാലും മാറ്റി വേറൊരു സ്ഥലത്ത് വെക്കുക. അഥവാ 2 കാർഡ് ഉണ്ടെങ്കിൽ ഒരിക്കലും 2 ATM കാർഡും ഒരുമിച്ച് വെക്കരുത്. 2 ATM കാർഡ് സെപ്പറേറ്റ് വെക്കുക. നമ്മുടെ ബാഗിനുള്ളിൽ തന്നെ നമ്മുടെ സോക്സിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ അത്യാവശ്യം ആൾക്കാർ നോക്കാത്ത ഏതെങ്കിലും ഒരു പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാത്ത സ്ഥലത്തിനുള്ളിൽ ഒരു ചെറിയ എമൗണ്ട് മാറ്റി വെക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോ ഔട്ട് ഓഫ് കൺട്രി ട്രാവൽ ചെയ്യാണ്, നിങ്ങളെ കാർഡ് യൂസ് ചെയ്യുന്നെങ്കിൽ തീർച്ചയായും എന്തായാലും നിങ്ങളെ ബാങ്കിനെ അറിയിച്ചിരിക്കണം. നിങ്ങളൊരു ട്രാൻസാക്ഷൻ ബാങ്കിന്റെ പുറത്ത് നിന്ന് നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ ബാങ്ക് ചിലപ്പോൾ അവരുടെ പോളിസീസ് അനുസരിച്ചിട്ട് നിങ്ങളുടെ ആ കാർഡ് ബ്ലോക്ക് ചെയ്ത് കളയാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും രാജ്യത്തിന് പുറത്ത് വേണമെങ്കിൽ നമ്മുടെ പർട്ടിക്കുലർ ഏത് ബാങ്കിന്റെ കാർഡാണോ നിങ്ങൾ ട്രാവൽ കാർഡ് എന്താ യൂസ് ചെയ്ത് ആ ബാങ്കിനെ എന്തായാലും ഒന്ന് അറിയിച്ചിരിക്കണം. ഈ സാധനമാണോ ഇത് എനിക്ക് എന്താ പറയാ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം. ഈ സംഭവം കണ്ടാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാവും. ഇത് 20 ലിറ്ററിന്റെ ഒരു ബാഗാണ്. കേശുവൻ നമ്മുടെ ഡിക്കാത്ലോൺ തന്നെ പ്രൊഡക്റ്റ് ആണ്. ഭയങ്കര യൂസ്ഫുൾ. ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ ഞാൻ ഇതാണ് യൂസ് ചെയ്യാറ്. ഇത് നമുക്ക് നമ്മുടെ പോക്കറ്റിൽ ഇട്ടിട്ട് കൊണ്ടുപോകാം. ഇത് ഞാൻ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്ത് കാണിച്ചു തരാം. വലിയ ബാഗാണ് സംഭവം. വാട്ടർ പ്രൂഫ് ആണ്. അതുകൊണ്ട് ഇതിനുള്ളിൽ ഡയറക്റ്റ് ക്ലോസ് ഇട്ടിട്ട് ഇത് കൂട്ടിക്കഴിഞ്ഞാല് ഒരു പ്രശ്നമില്ല. ഈ സാധനം ഇങ്ങനെ കൂട്ടേണ്ട വെച്ചെടുത്താ ഇതുപോലത്തെ ക്ലിപ്പാണുള്ളത്. ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഒന്നുകൂടി ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് കൂട്ടിയ സാധനം കഴിഞ്ഞു. ഇത് നമുക്കിതാ ഇങ്ങനെ ഇടേണ്ട ബാഗാണ്.
ഇത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇനി വലിയ റേറ്റ് ഒന്നുമില്ല, 10-200 രൂപ കിട്ടും. ഇത് 10 ലിറ്ററിന്റെ ഉണ്ട്, 10 ലിറ്ററിനോട് ചെറുതായിരിക്കും. ഇത് 20 ലിറ്റേഴ്സിന്റെ ബാഗാണ്. അപ്പൊ ഇത് ട്രാവലിംഗ് ആൾക്കാർ വാങ്ങിച്ചു വെച്ചു, എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന എന്റെ സ്ലീപ്പിംഗ് ബാഗ്. സ്ലീപ്പിംഗ് ബാഗ് എന്ന് പറയാം, അഥവാ നമ്മുടെ പില്ലോ ആയിട്ട് യൂസ് ചെയ്ത് അടിപൊളി സാധനമായിട്ട്. ഇതില് നമ്മളിപ്പോ ഏതെങ്കിലും സ്ഥലത്ത് റൂം എടുക്കുകയാണ്, പിന്നെ അല്ലെങ്കിൽ നമ്മളേതെങ്കിലും ചെറിയ ഏതെങ്കിലും സെറ്റപ്പിൽ കിടക്കുകയാണെങ്കിൽ ബെഡൊക്കെ കുറച്ച് നീറ്റല്ല, നമുക്ക് ഈ സാധനം വെച്ചിട്ട് അതിന്റെ മുകളിൽ കിടക്കാം, അല്ലെങ്കിൽ ഇതിനുള്ളിൽ കിടക്കാം. ഭയങ്കര യൂസ്ഫുൾ. ഇതിന് മുന്നിൽ എഴുതിയിട്ടുണ്ട് 20 ഡിഗ്രി വരെ പോലും, പക്ഷെ അതൊന്നും ചെയ്യുന്നില്ല. ഇത് നമുക്കൊരു നമ്മളെ ഒരു മിനി ബെഡായിട്ടാണ് യൂസ് ചെയ്യാറ് നമ്മൾ ട്രാവൽ. ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഇത് സാധനം തുറന്ന് കാണിക്കുകയാണെങ്കിൽ ബ്ലൂ കളർ എടുക്കൂല, ബ്ലൂ എടുത്തൊരു പരിപാടിയില്ല. ഇതാണോ, ഇതാണ് ഞാൻ യൂസ് ചെയ്ത സ്ലീപ്പിംഗ് ബാഗ്. ഇത് നമ്മളെ കേശവൻ തന്നെയാണ് കേട്ടോ ബ്രാൻഡ്. അത്യാവശ്യം എന്നെക്കാട്ടി ഒന്നുണ്ട്. ഞാൻ 6 അടി ഉണ്ട്, അപ്പൊ എന്നെക്കാട്ടി കുറച്ചധികം ഉണ്ട്, 6 സംതിങ് ഉണ്ടാവും. എനിക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് സിപ്പ് ഉണ്ട്, മുകളിൽ തലവെക്കാൻ വേണ്ടി ഒരു ചെറിയ പോർഷൻ ഉണ്ട്. ഭയങ്കര യൂസ്ഫുൾ ആണ് ഇത്. ഇതിന് 900 രൂപയാണ് ഇതിന്റെ റേറ്റ്. ഇത് എനിക്ക് ഞാൻ എവിടേക്കോ പോയപ്പോ എന്നെ ഭയങ്കരമായിട്ട് രക്ഷിച്ചു. തണുപ്പത്തൊക്കെ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ഇതാണ്. ഇതാണ് നമ്മുടെ ടെന്റ്. ഇതും കേശവനാണ്. ഇതിന് 2500 രൂപ ഇതിന്റെ റേറ്റ് വരുന്നത്. ഇത് 2 പേർക്ക് അടിപൊളിയായിട്ട് കിടക്കാൻ പറ്റും. 5 മിനിറ്റ് കൊണ്ട് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെന്റാണ് സാധനം. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ് ഈ ടെന്റ്. അടിപൊളി ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണെന്ന് തന്നെ പറയാം. നമ്മൾ ട്രക്കിങ്ങിനൊക്കെ പോവാണെങ്കിലോ അല്ല റൈഡിങ്ങിനൊക്കെ പോവാണെങ്കിലോ ഒക്കെ അധികം സ്പേസ് ഇതിനോട് ചുറ്റി കൂട്ടാം. 2 പേർക്ക് കിടക്കാനുള്ള റൂമാണ് ഈ കിടക്കുന്നത്. ഇതാണ് നമ്മളെ പടച്ചട്ട. റൈനോക്സിന്റെ സാധനമാണ്. ഒരു രക്ഷയില്ലാത്ത ഒരു രക്ഷ. നല്ലതാ. ഇവിടെ അടിപൊളി ആർമർ. ഇവിടെയൊക്കെ ഫുള്ള് പാഡറായിട്ടുള്ള ഒരു അടിപൊളി ജാക്കറ്റിനാണിത്. പക്ക റിഫ്ലക്ടർ ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് നൈറ്റ് ഒക്കെ റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം കൺവീനിയന്റ് ആയിട്ടുള്ള സാധനം ഇതാണ്. അതെ, അപ്പൊ ഇതൊക്കെയാണ് ഏകദേശം ഞാൻ യൂസ് ചെയ്യുന്നതും ഞാൻ പഠിച്ചതുമായിട്ടുള്ള ടിപ്സ് ഒക്കെ. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ എന്റെ വേഴ്സ് ഒക്കെ പോയപ്പോ എന്താ പണി കിട്ടിയ വെച്ചാൽ, പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു. നമ്മളിപ്പം നമ്മുടെ ID കാർഡുകളൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്താ വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടേക്ക് പോകണം, നമുക്ക് ID കാർഡ് മസ്റ്റ് ആയ സാധനം. പക്ഷെ നമ്മുടെ പേഴ്സ് അടിച്ചു പോയാൽ നമ്മുടെ ID കാർഡ് പോയി ആണല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റുന്ന സംഭവം വെച്ചാൽ നമ്മൾ നേരെ അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോവുക, എന്നിട്ട് ഒരു റിട്ടേൺ കംപ്ലൈന്റ് എഴുതി കൊടുക്കുക. അതിന്റെ ഒരു ഫോട്ടോസായിട്ട് നമ്മൾ മേടിക്കുക. ഇവരോട് നമ്മുടെ പോലീസുകാരോട് ഒന്ന് നമ്മൾ സീലക്ഷരം പറയാം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് നമ്മുടെ നാട്ടിലെത്തുന്നവരെ അത് ഒരു നോർമൽ ID കാർഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് ചെറിയ രീതിയിലുള്ള ടിപ്സും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്തായാലും യൂസ്ഫുൾ ആവും. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ എന്തായാലും ഒന്ന് ഷെയർ ചെയ്യുക, അവർക്ക് യൂസ്ഫുൾ ആവട്ടെ. ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.